ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് ഏകദേശം ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? അതെ, ഇന്നത്തെ വർക്ക് നമ്മളുടെ മെറ്റലിൻ്റെ ഹെയർ ബോ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അതിൽ ബീഡ്സ് വെച്ചിട്ട് ഒരു പ്രത്യേക ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം നിങ്ങൾ അതിൽ ഓരോ ഭാഗം കട്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക. എന്നതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്താ ചെയ്യേണ്ടത്? ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഗിയർ വയർ ഏകദേശം ഇങ്ങനെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഗിയർ വയർ ആയാലും അതുപോലെ ബാൻഡ് എലാസ്റ്റിക് ആയാലും ഞാൻ പറയാറുണ്ട്, എത്രത്തോളം അളവാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഭംഗിക്ക് ഒരു കുറവുണ്ടാവും കേട്ടോ. അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. എങ്കിലും കൂടിയിട്ട് നമുക്ക് എങ്ങനെയും കഷ്ടിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ എങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഫിനിഷിങ് കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഒരു ഗിയർ വയർ കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടറ്റം ഒരേ അളവിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് ആ മടക്കിയ അളവിൽ വേറൊരു ഗിയർ വയറും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, കോസ്റ്റ് കൂടിയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ്. എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഹെയർ ബോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക, നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഹെയർ ബോ 35-45 ആ ഒരു റേറ്റിലുള്ളതാണ് അല്ലേ. ഇത് അതിൽ നിന്ന് വ്യത്യാസമാണ് കേട്ടോ. ഞാൻ ലാസ്റ്റൊക്കെ റേറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതേ ഒരു സെയിം മെത്തേഡോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്നുള്ളത്, ഇനി ഇതെങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ ആ ഒരു സെപ്പറേറ്റ് കട്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഗിയർ വയർ ഉണ്ടല്ലോ, അത് അതിൻ്റെ സെൻറ്ററിലോടായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഗിയർ വയർ മടക്കി കൊടുത്തല്ലോ, ആ മടക്കി കൊടുത്തതിൻ്റെ സെൻറ്റർ ഭാഗത്തോട് ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ആ ഒരു സെക്കൻഡ് ഇതിൽ കട്ടാക്കി എടുത്തിട്ടുള്ള ഗിയർ വയർ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ എയർ എങ്ങനെയാണോ നമ്മൾ മുടഞ്ഞെടുക്കുന്നത്, ആ ഒരു 3 ലെയർ വെച്ചിട്ടാണല്ലോ നമ്മളുടെ എയർ മുടഞ്ഞെടുക്കുന്നത്. ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷേ നമ്മളിവിടെ മുടയല്ല ചെയ്യുന്നത്, വേറൊരു രീതിയാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ 3 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായി മനസ്സിലാവാം. ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സംശയവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ചെയ്തത് ആ ഒരു സെൻറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഗിയർ വയർ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ 8 mm ഒരു ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് സാവകാശം കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. കാരണം ഇതൊരു ഗിയർ വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മളത് ശക്തിയിൽ വലിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ലോക്ക് ചെയ്ത് കൊടുത്തത് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നതിന് ശേഷം ഞാൻ 2 സൈഡിലായിട്ട്, വലത് സൈഡിലും ഇട സൈഡിലായിട്ട് 3 ബീഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മനസ്സിലാക്കുക, നിങ്ങൾ വലിയ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക, ചെറിയ ബീഡ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം രണ്ട് സൈഡിലും 2 ബീഡ്സ് ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ 2 സൈഡിലും ഓരോ ബീഡ്സിൻ്റെ കുറവും കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, 2 സൈഡിലും ഓരോ ബീഡ്സിൻ്റെ കുറവും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വർക്കുകളാണ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. പരമാവധി നിങ്ങളുടെ സമയങ്ങൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചിലവഴിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ 2 സൈഡിലും ഓരോ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തപ്പം നമ്മളുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു അറ്റം പിടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത്, ഞാൻ ഒരുപാട് തവണ ചുറ്റിപ്പോയി. വീഡിയോൻ്റെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്തപ്പോൾ അത് കൂടുതലായിട്ട് ചുറ്റിപ്പോയിട്ടോ. പക്ഷെ അത്ര ഓവറിൽ നിങ്ങൾ ചുറ്റണ്ട. ഒരു 2-3 തവണ, ജസ്റ്റ് ഒന്ന് 2-3 തവണ നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ.
ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു വയർ നല്ല രീതിക്ക് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളത് ചുറ്റുമ്പോൾ ഓൾറെഡി അത് മൊത്തത്തിൽ ചുരുണ്ട് ഒരു വയ്യാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളതൊന്ന് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വേണ്ടാത്ത പണികളൊക്കെ ചെയ്തത് കൊണ്ടാണ് അത് മൊത്തത്തിൽ അങ്ങനെ ചുരുണ്ട് പോയത് കേട്ടോ. ഒരു 2-3 തവണ, ഒരു 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അത് ലോക്കായി അവിടെ കിടന്നോളും. ഓക്കെ, എന്നിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. കെട്ട് കൊടുങ്ങാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ ഒരു ഹെയർ ബോ നമുക്ക് നല്ല രീതിക്ക് തന്നെ, നമ്മൾ സാധാരണ നമ്മൾ ഹെയർ ബോ ചെയ്തിട്ടുള്ളത് 35, 40, 45 ആ ഒരു റേറ്റിലുള്ള ഹെയർ ബോകളാണ് അല്ലേ. അതിൽ കൂടുതലുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു ഹെയർ ബോ നല്ലൊരു എമൗണ്ടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത അതേ സെയിം മെത്തേഡിൽ കൂടിയിട്ട് അതിലും നല്ല രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് ചെറിയ ഫാൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, കാരണം ഞാൻ എല്ലാം ഫസ്റ്റ് ടൈമാണ് നിങ്ങളിലേക്ക് ഓരോ വീഡിയോസ് എത്തിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ടാവും. എങ്കിലും നിങ്ങളത് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു എമൗണ്ടിൽ ഈ ഒരു ബീഡ്സ് എന്നാണ് പറയുന്നത്, ഈ ഒരു ഹെയർ ബോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ടാണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പണിയില്ലാതെ ഒരു വ്യക്തിയായിരുന്നു. പണി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ ജോലി, അതൊന്നും നമുക്കൊരു പണിയിൽ പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ പെടുത്തുന്നവർക്ക് പെടുത്താം, അല്ലാത്തവർക്ക് പെടുത്തണ്ട. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്കുകളാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ വീട്ടു ജോലികൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ജോലിയായിട്ട് ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ ഇപ്പോഴും അങ്ങനെ പുറത്തിറങ്ങി പോണ ആളൊന്നുമല്ല, എങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങാറുണ്ട് കേട്ടോ. അല്ലാതെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. ബാക്കി ഭാഗങ്ങൾ ഞാൻ സ്പീഡാക്കിയിട്ടിട്ടുണ്ട്. എങ്കിലും സ്പീഡാക്കിയിട്ടാലും ഞാൻ നിങ്ങൾക്കത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചില ആളുകൾക്ക് തോന്നും ബാക്കിയുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ സ്പീഡാക്കിയിട്ടായാലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കിയതെന്നാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 4000 രൂപ വെച്ചിട്ടാണ്. അതും ഈ ഒരു ഇതല്ല കേട്ടോ, മൊത്തത്തിൽ ഒരു ബീഡ്സ് ഐറ്റംസ് അല്ല. ഞാൻ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസും രണ്ടും കൂടിയാണ് ഞാൻ 4000 രൂപക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എയർ ആക്സസറീസ് വാങ്ങിച്ചപ്പോൾ അത് എൻ്റെ മോക്ക് ചെറുതിന് അത് ചെയ്യാന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, അതൊരു സെയിലിംഗ് ഉദ്ദേശിച്ചല്ല അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഞാൻ നല്ല രീതിക്ക് തന്നെ മനസ്സിലാഗ്രഹിച്ചിട്ട് ആണ് തുടങ്ങിയത്. കാരണം അത് എന്താ പറയുക, അധികം നമുക്ക് ഭാരമുള്ളൊരു ജോലിയോ ഒന്നുമല്ല. നമ്മൾ കട്ടാക്കിയിട്ട് കൊടുക്കുക, അതുപോലെ മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യുക, അതൊക്കെ ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നതും. അങ്ങനെ ഞാൻ തുടങ്ങി. മാഷാ അല്ലാ, ആദ്യം നമ്മളുടെ ഫ്രണ്ട്സുകൾ, റിലേറ്റീവ്സുകൾ അങ്ങനെയായിരുന്നു എൻ്റെ ഷെയറിങ് നടന്നിരുന്നത്, സെയിലിങ് നടന്നിരുന്നത്. പിന്നീടാണ് ഞാനിങ്ങനെ ഓരോ ഹെയർബോ ഐറ്റംസ് ചെയ്ത് നോക്കാമെന്നുള്ള, വെറുതെ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ചെയ്ത് നോക്കാമെന്നുള്ളതിൽ ഞാൻ ഇറക്കി മോക്കെന്നത് യൂസാക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൽ വെച്ച് ഞാൻ ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യൽ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് വന്ന ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ, നിങ്ങൾ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, നമ്മൾ അതിൻ്റെ കറക്റ്റ് അളവൊന്ന് നോക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു ഭാഗം നമ്മൾ കെട്ടി വരുമ്പോൾ ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു അറ്റം, ഗിയർ വയർ വന്നിട്ടുള്ള ഒരു അറ്റം നമ്മളൊരു ഭാഗത്ത് പിടിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമുക്കൊന്ന് അത് കഴിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്റ്റക്കാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒരു ഗിയർ വയറും കൂടി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സൈഡിൽ നമ്മൾ ആ പിരിച്ച് കൊടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓരോ ഫ്ലവർ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം പിരിച്ച് കൊടുത്തല്ലോ, ആ ഒരു ലെവൽ, ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ വേണം നമ്മളത്
ഇനി ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. കാരണം അത് നമുക്ക് ഈ ഒരു മെറ്റലിൻ്റെ ഹെയർ ബോയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് പറഞ്ഞ് മുഴുവനാക്കിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ഓരോ ഹെയർ ബോ കാര്യങ്ങൾ ചെയ്ത്, ഹെയർ ബോ മാത്രമല്ല ഹെയർ അപ്രോച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല, പക്ഷേ എല്ലാത്തിൻ്റെ ഫോട്ടോസ് എടുക്കും. വീഡിയോസ് ഒന്നും എടുക്കാറില്ല. ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ വെക്കും. എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം എൻ്റെ മനസ്സിന്. കാരണം ഇത് എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഒന്നും കണ്ടിട്ട് ചെയ്തതല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഓരോന്ന് ചെയ്തുണ്ടാക്കണതാണ്. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എന്ത് സംഭവം നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്ന് ഇതൊന്ന് ആ ഒരു ചിന്തയിൽ കുറച്ച് ടൈം, ഒരു 10-15 മിനിറ്റ് ആ ഒരു ഇതിന് വേണ്ടി മാത്രം മാറ്റി വെക്കും. ഇതിന് ശേഷം ഇന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ചിന്തയാണ്. ചെയ്തത് ചെയ്യാതെ വേറൊരു വെറൈറ്റീസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ചിട്ട് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക, തുടങ്ങുമ്പോൾ വേറൊരു രീതിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ഡിസൈനിലോട്ടാണ് വരിക. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയണില്ല, എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ ഫോട്ടോസ് കാര്യങ്ങളാണ് അതിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത്. വാട്സപ്പ്, അതുപോലെ സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കൽ തുടങ്ങി, ഹോൾസെയിലായിട്ടാണോ ഇത് ഇറക്കി സെയിൽ ചെയ്യണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ യൂട്യൂബിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റോറി ഒട്ടുമിക്ക ആളുകൾ ഇതിൽ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചടക്കുന്നുണ്ടാവും കേട്ടിട്ട്. പക്ഷേ പുതുതായിട്ട് വന്ന ആളുകളുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു സ്റ്റോറി ഞാൻ മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരണ്ടേ ഇൻഷാ അല്ലാ. ഓക്കെ, അതിൻ്റെ മാത്രം ഒരു സ്റ്റോറിയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇപ്പം നിങ്ങൾ വർക്കിൽ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എനിക്ക് തന്നെയാണ് അത് പണി കിട്ടുക. കാരണം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ട് റീപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും പരമാവധി ഞാൻ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഇവിടെ എൻഡിലോട്ട് വന്നപ്പോൾ അവിടെ നമുക്കൊരു ലോക്കിങ്ങും ഇല്ല. അപ്പം നമ്മൾ ആ ഒരു ചുറ്റി കൊടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് ക്യാപ്പുണ്ട്. അതിലൂടെ ആ ഒരു ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഹെയർ ബോയിലോട്ട് നല്ലോണം ചുറ്റി കൊടുക്കാൻ ചെയ്യണം. ഇനി ആരും ഇതിൻ്റെ ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് ചോദിക്കരുത് കേട്ടോ. അത് നിങ്ങൾ 2-3 തവണ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ആ വർക്ക് ഉണ്ടല്ലോ, നമ്മൾ സെൻട്രലായിട്ടൊരു കമ്പി ചുറ്റി കൊടുത്തില്ലേ, ആ ഭാഗം അവിടെ ഒരു സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ആ ഒരു ഗിയർ വയറിൻ്റെ അറ്റം എടുത്തിട്ട് നമ്മളത് ആ ഒരു ഹെയർ ബോയിലോട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നതിന് ശേഷം ഇപ്പോൾ എന്തിനാ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നുണ്ടാവും അല്ലേ. കാരണം നമ്മൾ ആ ചുറ്റിയിട്ടുള്ള പിരി അഴിഞ്ഞ് പോരാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 80-85 ആ ഒരു റേറ്റിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിൽ സന്തോഷം ഉണ്ടായിന്ന് അറിയില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി നമ്മളുടെ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇനി നെക്സ്റ്റിൽ ഓരോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാം കൂടി ഒരു വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.